എറണാകുളം ചേന്ദമംഗലത്ത് കൂട്ടക്കൊലയ്ക്കിരയായ 3 പേരുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. പൊതുദർശനം കരിമ്പാടത്തുള്ള സഹോദരിയുടെ വീട്ടിൽ പുരോഗമിക്കുകയാണ്. പ്രതി ഋതുവിനെ ഉടൻ തന്നെ പറവൂർ കോടതിയിൽ ഹാജരാക്കും. സഹിൻ ആന്റണിയുടെ സഹിൻ, ഒരു നാടിനെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായത്. പൊതുദർശനം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? 3:20 മൃതദേഹം ഈ സഹോദരിയുടെ വീട്ടിലെത്തിച്ചത്. ആ പൊതുദർശനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പനേരത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും മൃതദേഹം എടുത്ത് ശ്മശാനം വൈപ്പിൽ മുരിക്കുംപാടത്തുള്ള ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ ആയിരിക്കും 3 പേരുടെയും അന്തിമകർമ്മങ്ങൾ നടക്കുക. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതി ഋതുവിനെ 4:30 കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളുടെ വൈദ്യപരിശോധന എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ഇന്നലെ ഇയാളെ രാത്രിയുടെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. ഇന്നും ഉച്ചയോടുകൂടി വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. മാത്രമല്ല കൊല നടത്തിയ വീട്ടിൽ ഫോറൻസിക് സംഘം അവരുടെ പരിശോധനകൾ നടത്തി. കൂടാതെ സ്ഥലം സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആ സ്ഥലത്തെ മഹസർ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ടോ. അങ്ങനെ പോലീസിന്റേതായ നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. പ്രതിയെ അല്പനേരത്തിനുള്ളിൽ തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഒപ്പം തന്നെ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. 4:30 ഇവിടെ നിന്നും ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് ഇതുവരെയും പറഞ്ഞു വെച്ചിരിക്കുന്നത്. ബന്ധുക്കളെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരിമ്പാടത്തുള്ള സഹോദരിയുടെ വീട്ടിലാണ് ഇപ്പോൾ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി സഹിൻ, ചേന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ തലക്കടിച്ചു കൊന്ന സംഭവമാണ്. അവരുടെ മൃതദേഹമാണ് ഇപ്പോൾ വീട്ടിൽ പൊതുദർശനം നടത്തുന്നത്. ദൃശ്യങ്ങളിലേക്ക് രാമ 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 പാഹിമാം രാമപാദം ശരണേ മുകുന്ദ രാമ പാഹിമാം രാമ 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 ചേച്ചി മാറിക്കോട്ടെ. അല്ല ഇവിടെ ഇരുന്നോട്ടെ. അല്ലെങ്കിൽ രാമ 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 പാഹിമാം രാമപാദം ശരണേ മുകുന്ദ രാമ പാഹിമാം രാമ സഹിൻ ആന്റണി തുടരുന്നുണ്ട് വിവരങ്ങളുമായി. സഹിൻ, അവിടെ പൊതുദർശനം പുരോഗമിക്കുന്നുണ്ട്, ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അപ്പോഴും ഈ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലുള്ള ജിതിൻ ബോസ്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എങ്ങനെയാണ്? അടിയന്തര ശസ്ത്രക്രിയ അടക്കം വേണമെന്ന് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റുകൾ കൂടി വരുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. കാരണം അദ്ദേഹത്തിന് തലയോട്ടിക്ക് പരിക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുതരമായ ആരോഗ്യ സ്ഥിതിയിൽ തന്നെയാണ് അദ്ദേഹം തുടരുന്നത്.
മാരകമായ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. ഇന്നലെ പരിക്കേറ്റ ആ 3 പേരും തൽക്ഷണം മരണപ്പെട്ടു. ജിതിന് മാത്രമായിരുന്നു അല്പമെങ്കിലും ബോധമുണ്ടായിരുന്നത്. അദ്ദേഹത്തെ ഉടൻ തന്നെ എറണാകുളത്തെ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. 3 പേരും തൽക്ഷണം അവിടെ വെച്ച് പറവൂർ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജിതിന് ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരും. അതിലേക്കുള്ള നടപടികളുമായി ഡോക്ടർമാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ട്. അതിനുള്ള പണവും കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ആ പണം കണ്ടെത്താനുള്ള തത്രപ്പാടിലാണ് ജനപ്രതിനിധികളും ബന്ധുക്കളും നാട്ടുകാരും അടങ്ങുന്ന ഒരു സംഘം. അതോടൊപ്പം തന്നെ ഇപ്പോൾ മൃതദേഹം പ്രദർശനത്തിൽ വെച്ചിരിക്കുകയാണ്. ഈ നാട് ഒന്നാകെ ഇങ്ങോട്ടേക്ക് ഒരു നോക്ക് ഈ കുടുംബത്തെ അവസാനമായി കാണുന്നവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേറെ മനസ്സിനെ തകർത്ത് കളയുന്ന ആ കാര്യം ഈ 6-12 വയസ്സുള്ള 2 കുഞ്ഞു മക്കളുടെ മൃതദേഹത്തിന് അടുത്ത് നിൽക്കുന്ന ദൃശ്യം അത് ആകെ മനസ്സിനെ ഉലച്ചു കളയുന്നു. ഒരുപക്ഷെ മനുഷ്യരായി പിറന്ന ഒരു മനുഷ്യനും നോക്കി നിൽക്കാൻ അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത കാഴ്ച, ആ കാഴ്ചയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ ഋതു എന്ന് പറയുന്ന ആ കൊലപാതകി ആ കുടുംബത്തിൽ കയറി ആക്രമിക്കുമ്പോൾ ആ 2 കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ ഒരു കാര്യം. ആ ഒരു ഭയപ്പെടുത്തുന്ന നിമിഷങ്ങളിൽ നിന്ന് ഇപ്പോഴും ആ കുഞ്ഞുങ്ങൾക്ക് വിട്ടുപോരാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു ഭയപ്പാട് ആ കുട്ടികളുടെ വർത്തമാനത്തിലും സംസാരത്തിലും എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ബന്ധുക്കളും ഈ നാട് ആകെ ഒരു ഞെട്ടലിലാണ്. ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം പറവൂരിൽ ഇതിനു മുൻപ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു കുടുംബത്തിലെ 4 പേരിൽ 3 പേരും തൽക്ഷണം മരണപ്പെട്ടു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ ഋതു എന്ന് പറയുന്ന കൊലപാതകി ആ കുടുംബത്തിലെ 3 പേരെയും കൊല ചെയ്തത്. മുൻവൈരാഗ്യമോ അല്ലെങ്കിൽ ഒരു ഇത്ര വലിയ ക്രൂര കൊലപാതകം നടത്തേണ്ടതുമായ ഒരു സന്ദർഭം ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും. തീർച്ചയായും സഹീൻ, ഒരു നാടിനെ ആകെ നടുക്കിയ കൂട്ടക്കൊലയാണ് കഴിഞ്ഞ ദിവസം രാത്രി ചേന്ദമംഗലത്ത് അരങ്ങേറിയത്. ഒരു മതിലിനപ്പുറം താമസിക്കുന്നയാൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചാണ് അവരുടെ അമ്മയെയും അപ്പൂപ്പനെയും അമ്മൂമ്മയെയും തലയ്ക്കടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. അച്ഛൻ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായ കാഴ്ചകളാണ് ആ കുട്ടികൾക്ക് കാണേണ്ടി വന്നത്. ഈ അതിക്രൂരമായ കൃത്യത്തിന് ശേഷം പ്രതി പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. സഹിൻ ആന്റണി തുടരുന്നുണ്ട്. സഹിൻ, ഈ പ്രതി ഋതു അയാളെ ഇനി എപ്പോഴാകും കോടതിയിൽ ഹാജരാക്കുക? 4:30 ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതുവരെയും ഇയാളെ ഈ സമയം വരെയും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. അല്പനേരത്തിനുള്ളിൽ തന്നെ അയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുൻവൈരാഗ്യം തന്നെയാണ് ഈ കൊലപാതകത്തിന് കാരണം എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അയാൾ അത്തരത്തിലുള്ള മൊഴിയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക്. അല്ല, ഇയാൾ പോലീസിനോട് പറഞ്ഞത് സഹോദരിയെ കളിയാക്കിയതിലുള്ള ദേഷ്യമാണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ്. ആ നിലപാടിൽ തന്നെ ഈ പ്രതി ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ സഹിൻ? അങ്ങനെ ഒരു വർത്തമാനമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ക്രൂരമായ കൊല ചെയ്തതിന് ശേഷം ഒരുപക്ഷെ അയാൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അയാൾ ഒരു ന്യായീകരണമായോ ഇത് കണ്ടെത്തിയിരിക്കാമെന്നുള്ളതേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. കാരണം ആ രീതിയിലുള്ള വർത്തമാനങ്ങളോ ആ രീതിയിലുള്ള ഒരു സംസാരങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒരു ന്യായീകരണമായി മാത്രം പ്രതി പറയുന്ന ഒരു കാര്യമായി ഇതിനെ വ്യാഖ്യാനിച്ചാൽ മതിയാകും. ഇതുവരെയും അത്തരത്തിലുള്ള ഒരു വർത്തമാനത്തിലേക്ക് കാര്യങ്ങൾ ഈ മറ്റൊന്ന് ഈ പ്രതി ഋതു അയാള് ഈ മാനസിക രോഗത്തിന് ചികിത്സ തേടിയിരുന്നു എന്നൊക്കെ ഈ പോലീസും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി മാനസിക രോഗിയാണ് എന്നൊക്കെ പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ഈ പ്രതിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അതിക്രൂരമായ കൃത്യം നടത്തിയ ആളാണ്. അത് ഇയാൾ ഒരു മാനസിക രോഗിയാണ് എന്നുള്ളത് തന്നെയാണ് അയാളുടെ ഒരു അഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ നേരത്തെ ചെയ്തു പറഞ്ഞതുപോലെ അയാൾക്കൊരു മുൻതൂക്കമായി പല ഘട്ടങ്ങളിലും അയാൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. കാരണം ഇയാൾ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. പല വീടുകളിലും കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ ഈ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ഈ 3 പേരുമായി
മുൻപും ഇയാൾ ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളിലും ഒപ്പം തന്നെ വാക്കുതർക്കങ്ങളിലേക്കും അടിപിടിയിലേക്കും എല്ലാം പോയിട്ടുണ്ട്. അതും ഈ പറയുന്ന മാനസിക രോഗത്തിനുള്ള ആ സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിലായിരുന്നു. അത് തന്നെയാണ് പ്രതി ഇവിടെയും പ്രയോഗിക്കാൻ നോക്കുന്നത്. പക്ഷേ ഇന്നലെ ആക്രമണം നടത്തുന്ന സമയത്ത് പ്രതിക്ക് ലഹരി വസ്തുക്കളുടെ ഉപയോഗമില്ലായിരുന്നു, മാനസികമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ശരി സഹിൻ, ഒരു നാടിനെ ആകെ നടുക്കിയ കൂട്ടക്കൊലയാണ് കഴിഞ്ഞ ദിവസം രാത്രി ചേന്ദമംഗലത്ത് നടന്നത്.